പെരുന്നാളിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിവിധ ഇടങ്ങളിൽ വിശ്വാസികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രതിനിധികളെല്ലാം ഓരോ തത്സമയ സംപ്രേഷണങ്ങളുമായി തത്സമയ വിവരങ്ങളുമായി അവിടെ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം കൂടിയേ ഉള്ളൂ, 40-45 മിനിറ്റ് മാത്രം ചന്ദ്രനെ ദർശിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ വിശ്വാസത്തിലാണ്, ആകാംക്ഷയോടെ ഓരോ ഇടങ്ങളിലും കാത്തിരിക്കുകയാണ്. കൃത്യമായ വിശ്വാസ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ചന്ദ്രദർശനം നടന്നു എന്ന് വിവരം ലഭിച്ചാൽ അപ്പോൾ തന്നെ നാളെ ചെറിയ പെരുന്നാളാണെന്ന് പ്രഖ്യാപിക്കും. അതല്ല എങ്കിൽ ഇന്ന് റമദാൻ 29 കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ രാജ്യങ്ങളിലും ഒമാനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് റമദാൻ 30. അതുകൊണ്ട് തന്നെ ഇന്ന് റമദാൻ 30 പൂർത്തിയാക്കി, നാളെ ചെറിയ പെരുന്നാളാണ്. അവിടെയെല്ലാം തന്നെ ഇന്ന് ചന്ദ്രദർശനം ഉണ്ടായാൽ നാളെയാകും ചെറിയ പെരുന്നാൾ കേരളത്തിൽ. അതിനുള്ള കാത്തിരിപ്പിലാണ്. അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ നാളെ കൂടി 30 ദിവസത്തെ റമദാൻ നോമ്പ് പൂർത്തിയാക്കി ശവ്വാൽ മാസപ്പിറ കാണുന്ന മറ്റന്നാളായിരിക്കും, ശവ്വാൽ മാസം തുടക്കം മറ്റന്നാളായിരിക്കും ചെറിയ പെരുന്നാൾ. ഇന്ന് മാസപ്പിറവി കാണുന്നതിനുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ നോമ്പുതുറ കൂടി കഴിഞ്ഞിരിക്കുന്നു. ആ നോമ്പുതുറയുടെ ദൃശ്യങ്ങൾ, അതിനുശേഷമുള്ള നിസ്കാര ചടങ്ങുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളവനില്ലാത്തവന് കൂടി പങ്കുവയ്ക്കുന്നതിൻ്റെ മനോഹരമായ സ്നേഹത്തിൻ്റെ, നന്മയുടെ, വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. കടലുണ്ടിയിൽ കോർണിഷ് മസ്ജിദിൽ തന്നെയാണ് ഷഹദ് ഉള്ളത്. ഷഹദ്, നമ്മളിപ്പോൾ സമയം കുറച്ചങ്ങ് പിന്നിട്ടിരിക്കുന്നു. ഒരു 40-45 മിനിറ്റ് ചന്ദ്രനെ ദർശിക്കാൻ കഴിയുമെന്നാണ് നേരത്തെ ഷഹദ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് അറിവുള്ളവർ തന്നെ പറഞ്ഞ വിവരങ്ങളാണ് ഷഹദ് പങ്കുവച്ചത്. അപ്പോൾ ഇപ്പോൾ എത്ര സമയം കഴിഞ്ഞിരിക്കുന്നു? ഇനിയും ഇന്ന് മാസപ്പിറവി കാണാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെ തന്നെയാണോ വിചാരം? നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വിദഗ്ധർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്നവരൊക്കെ തന്നെ പറയുന്നത്. ഇനിയുള്ള 20 മിനിറ്റ് അത് വളരെ പ്രധാനമാണ്. കാരണം ഈ 20 മിനിറ്റിലാണ് ഇത്തരത്തിൽ പിറ ദർശിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കാണുക. പ്രത്യേകിച്ച് നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് കാപ്പാട്, അതുപോലെ തന്നെ പൊന്നാനി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ മാസപ്പിറ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ മേഖലയിൽ നിൽക്കുന്ന ആളുകളോട് കൂടുതൽ ശ്രദ്ധ പുലർത്തി ഇത്തരത്തിൽ മാസപ്പിറ ദർശിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോർണിഷ് മസ്ജിദിൽ തന്നെ ഇവിടുത്തെ സംയുക്ത കാളി ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഇത് ദർശിക്കുവാനായി നിരവധി ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഇവിടെ കൃത്യസമയത്ത് തന്നെ ഫോണുകളിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സാധ്യത, അതായത് ഇന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 30 നോൻപ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ 30 നോൻപ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ 30 നോമ്പ് പൂർത്തിയായി. അത് ഏറെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി 30 നോമ്പും പൂർത്തിയാക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ഇത്തരത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നാളെ 30ാമത്തെ നോമ്പ് പൂർത്തിയാക്കി മറ്റന്നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ചെയ്യുക. എന്തായാലും വിശ്വാസികൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നോമ്പ് അവസാന 10ലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ അത്തർ പൂ വാങ്ങാനും അതുപോലെ തന്നെ അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ചില ഇടങ്ങളിലൊക്കെ തന്നെ മാസപ്പിറവി ദർശിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിവിധ ഇടങ്ങളിൽ നിന്ന് കോളുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം അല്ലെങ്കിൽ പിറ കണ്ടതായിട്ടുള്ള അന്തിമ തീരുമാനം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. കാരണം വിവിധ ഇടങ്ങളിൽ കണ്ടതായി ഇപ്പോൾ വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പിറ കണ്ടാൽ തന്നെ അത് സംബന്ധിച്ച് സ്ഥിരീകരിക്കണമെങ്കിൽ പല കടമ്പകളും കടക്കണം. കാരണം വിവിധ ഇടങ്ങളിലുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും കണ്ട ആള് ആ നാട്ടിലെ കാളിയെ ബോധ്യപ്പെടുത്തണം. ആ കാളി സംശയാതീതായി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടെങ്കിലേ അത് പ്രഖ്യാപിക്കേണ്ടാവുള്ളൂ. ഇത്തരത്തിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസപ്പിറ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് സ്ഥിരീകരണം വരുത്തണമെങ്കിൽ ആ പ്രദേശത്തെ കാളിയുമായി സംസാരിച്ച് ആ കാളി
ഒരു ചെറിയ ന്യൂസ് കേൾക്കുന്നുണ്ട്. പക്ഷേ പൊന്നാനി നിന്നാണ് ന്യൂസ് ഇവിടെ വന്നത്. പക്ഷെ അത് കാളി അവിടെ സ്ഥിരീകരിക്കണം. കാളി വിചാരണ ചെയ്യണം. വിചാരണ ചെയ്ത് കാളിക്ക് അത് ഉറപ്പായി. കാളി ഉറപ്പിച്ചെങ്കിൽ ഞങ്ങൾ കാളിമാരെല്ലാവരും കൂടി ആലോചിച്ച് പ്രഖ്യാപിക്കും. സാധ്യത കൂടി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. ഏതാനും നിർണായക സമയമാണ്. ഏതാനും എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എന്നിട്ടേ പ്രഖ്യാപിക്കുള്ളൂ. അതിൻ്റെ പതിവ് അങ്ങനെയാണ്. അതായത് ഈ ചെറിയ സമയം കൂടി കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം പുറത്തു വരും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസപ്പിറവി കണ്ടതായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്. പൊന്നാനിയിലാണ് ഏകദേശം കണ്ടതായിട്ട് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് അവിടെയുള്ള കാളിയാണ്. ആ കാളി ഇതുമായി ബന്ധപ്പെട്ട ഈ കണ്ടയാളെ വിചാരണ ചെയ്യുകയും അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉറപ്പുവരുത്തുകയും വേണം. ആ ഉറപ്പുവരുത്തിയതിന് ശേഷം ആണ് സംയുക്ത കാളിമാരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറുകയും അറിയിപ്പുകൾ നൽകുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും മാസപ്പിറ കണ്ടതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം നോൽമ്പ് 30 അല്ലാതെ തന്നെ 29 പൂർത്തിയാക്കി ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അതല്ല മറിച്ചാണെങ്കിൽ 30 പൂർത്തിയാക്കി മറ്റന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുമാണ് നിലവിലെ. ഷാഹദ് റഹ്മാനാണ് വിവരങ്ങൾ കടലുണ്ടിയിൽ നിന്ന് കോർണിഷ് മസ്ജിദിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട് പാണക്കാട് നിന്ന്. സമീർ, നമ്മൾ കാണുന്നുണ്ട് ഖാദിമാരെ അറിയിക്കണം ഈ മാസപ്പിറ ചിലയിടങ്ങളിലൊക്കെ കണ്ടു എന്ന് പറയുന്നു. പൊന്നാനിയിൽ നിന്ന് കണ്ടു. ആ രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാകും ഈ ഒരു പ്രഖ്യാപനം എത്തുക. അവിടെ പാണക്കാട് നിന്നുള്ള വിവരം എന്താണ് സമീർ? അവിടെ ഇതുപോലെ പലയിടങ്ങളിൽ നിന്നുള്ള വിളികളൊക്കെ വരുന്നുണ്ടോ? സ്മിത, പാണക്കാടും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധയിടങ്ങളിലൊക്കെ തന്നെ ആളുകളെ നിയമിച്ചിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ തങ്ങളെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പാണക്കാട് സാദിഖലി തങ്ങളൊപ്പം തന്നെ മറ്റു സംസ്ഥയുടെ പണ്ഡിതരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പൊന്നാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വിവിധ ഫോൺ കോളുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിലൊരു സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം പാണക്കാട് സാദിഖലി തങ്ങൾ വിവിധ കാസിമാരുമായും ഒക്കെ തന്നെ കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. ഏതായാലും നിലവിൽ സാദിഖലി തങ്ങൾ വീടിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് മറ്റുള്ള പണ്ഡിതരുമായി മൊബൈൽ ഫോണിലൂടെ ഒപ്പം തന്നെ വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്നാണോ വിവരം ലഭ്യമായത് നടക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും നിലവിൽ ഔദ്യോഗികമായി അല്ലെങ്കിൽ സ്ഥിരീകരിക്കാത്ത തരത്തിലുള്ള ഒരു മാസപ്പിരിയുടെ വിവരം ഇതുവരെ നിലവിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഏതായാലും ചില ഉസ്താദുമാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവർ ഇപ്പോൾ സാദിഖലി തങ്ങളുമായി കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും നാളെ ഒരു ഈദുൽ ഫിത്തർ എന്നുള്ളൊരു സാധ്യതയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അല്പസമയത്തിനകം തന്നെ പാണക്കാട് സാദിഖലി തങ്ങൾ മാധ്യമങ്ങളെ കാണുകയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും നിലവിൽ ഇത്രയും ഈ റംസാൻ കാലം പൂർത്തിയാകുന്ന ഈ ഒരു ഘട്ടത്തിൽ വലിയ വിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ സജ്ജീകരണങ്ങളാണ് ഈദ് നമസ്കാരത്തിനും ഈദ് ആഘോഷത്തിനുമായി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ സാദിഖലി തങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. മാധ്യമങ്ങളെ കാണുകയാണ്. മാസപ്പിറ കാത്ത് വിശ്വാസികളെല്ലാം ചിലയിടങ്ങളിൽ നിന്നൊക്കെ മാസപ്പിറ കണ്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കും. ഈ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ സംസാരിക്കുന്നു ഇപ്പോൾ. കോഴിക്കോട് ഖാസി കണ്ടതായി വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്ന് കാര്യം അറിയിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിവരം സമസ്തയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും ഉറപ്പിച്ച വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്,
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد നാളെ ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസ്വീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഒരു മാസക്കാലത്തോളം ലോകമെമ്പാടുമുള്ള എല്ലാ ഇസ്ലാമത വിശ്വാസികളും ഭക്ഷണപാനീയങ്ങൾ വികാരവിചാരങ്ങൾ എല്ലാം അടക്കി പിടിച്ചു. ഇന്ന് പെരുന്നാളിൻ്റെ പ്രത്യേകത സൗദിയിലും ഒട്ടുമിക്ക മുസ്ലിം രാജ്യങ്ങളിലും ഇവിടെയും ഒരേ സമയത്താണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ഈദാശംസകൾ നേരുന്നു. ഈ പരിശുദ്ധമായ റമദാനു ഷരീഫിൽ നേടിയെടുത്ത ആത്മവിശുദ്ധി കളങ്കപ്പെടുത്താതെ അശ്ലീലങ്ങളിലേക്കോ തെറ്റുകുറ്റങ്ങളിലേക്കോ പോകാതെ ഇത്രയും കാലം നോമ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചതിന് നന്ദി രേഖപ്പെടുത്തി തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. പെരുന്നാൾ കഴിഞ്ഞ് ടൂറുകൾ വേണം, പക്ഷെ ഒരിക്കലും ആ ടൂറ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുള്ള ടൂർ ആവരുത്. ലൈസൻസ് ഇല്ലാതെ ബൈക്ക് ഓടിക്കരുത്, ഹെൽമറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ 2-3 ആളുകൾ ഒന്നിച്ചുള്ള യാത്രകൾ. എല്ലാ പെരുന്നാളിന് ശേഷം വളരെ സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ. കോഴിക്കോട് ഖാസി സയ്യദ് മുഹമ്മദ് കോയ തങ്ങൾ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. മാസപ്പിറവി കണ്ടതിനാൽ നാളെ പെരുന്നാളാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.